ഖത്തറിന് 24 മണിക്കൂർ സമയം നൽകിയ ഇസ്രായേൽ തുർക്കിക്ക് അതുപോലും നൽകില്ല എന്നാണ് പറയുന്നത്. തുർക്കിയിൽ തീ തുപ്പും, അത് ഉറപ്പാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഖത്തറിൽ അമേരിക്കൻ സൈന്യം ഉള്ളതുപോലെ തന്നെ തുർക്കിയുടെ സൈന്യവും ഖത്തറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തർ അങ്കലാപ്പിലാണ്. വീണ്ടും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളത്. ഇത്തവണ ഇസ്രായേൽ ലക്ഷ്യം വച്ചിരിക്കുന്നത് തുർക്കി എന്നാണ് പറയുന്നത്. അതായത് സൗദി അറേബ്യയുടെയും ജോർദാനും മുകളിലൂടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഖത്തറിലെത്തിയെങ്കിൽ ഇത്തവണ അത് തുർക്കിയിലേക്കാണ്. തുർക്കിയിലേക്ക് പോകാൻ കാരണമുണ്ട്. ഖത്തറിൽ നിന്ന് പോയ ഹമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നത് തുർക്കിയിലെ അങ്കറയിലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇത്തവണ അടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും ഭീകരരെ വളർത്തുന്ന രാജ്യങ്ങളെ ഞങ്ങൾ വെറുതെ വച്ചേക്കില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങളുടെ പോർമുനയ്ക്കുള്ളിൽ തന്നെയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. റഡാറുകൾ പിളർത്തി ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുകയും അങ്കാറയും കത്തി അമരും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഹമാസ് തലവന്മാരെ സംരക്ഷിക്കുന്ന തുർക്കിക്ക് ഇസ്രായേലിന്റെ അന്ത്യശാസനം എത്തിയിരിക്കുകയാണ്. എർദോഗന്റെ തല പിളർക്കുന്ന താക്കീതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു വച്ചോ, 1 ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഹമാസ് ഭീകരരെ സംരക്ഷിക്കുന്ന ഖത്തറിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, അതിലും ദയനീയമായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് ഇസ്രായേലിന് വഴുതിപ്പോയ ഗലീൽ അൽ ഹയ്യ, ഖാലിദ് മിഷാൽ എന്നീ ഭീകരർ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ അഭയം തേടിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ തുർക്കിക്ക് സ്കെച്ചിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ ഹമാസ് പോയി ഒളിച്ചാലും, ഏത് വമ്പന്മാർ ഭീകരർക്ക് അഭയം കൊടുത്താലും അവിടെ കയറി അടിക്കുമെന്ന് തന്നെയാണ് ജൂതപ്പട പറയുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരായി ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്ലാമിക അറബ് രാജ്യങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത രാജ്യം ഏതാകും എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം അങ്കാറ ആകാമെന്ന ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ ഭയം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു മുൻ ഇറാനിയൻ ജനറൽ അതിലേക്ക് 2 രാജ്യങ്ങളെ കൂടി ചേർത്തുകൊണ്ട് പരിഭ്രാന്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യങ്ങൾ തുർക്കി, ഇറാഖ്, സൗദി അറേബ്യ എന്നിവയാണ് എന്നാണ് മുൻ ഇറാനിയൻ ജനറൽ മൗസീൻ റസായി അവകാശപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സംയുക്ത സൈനിക മുന്നണി രൂപീകരിക്കാൻ ഇറാൻ ഉദ്യോഗസ്ഥർ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. OIC നിർണായക നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഭാവിയിൽ സൗദി അറേബ്യ, തുർക്കി, ഇറാഖ് എന്നിവയും ഇസ്രായേലി ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരേ ഒരു പരിഹാരം ഒരു സൈനിക സഖ്യത്തിന് രൂപീകരണം മാത്രമാണെന്നാണ് പറയുന്നത്. ഹമാസിന്റെ പേര് പറഞ്ഞ് തങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചാൽ മേഖല ദുരന്തത്തിലേക്ക് തള്ളിവിടപ്പെടും എന്ന തുർക്കി ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിനെ ആക്രമിച്ചതോടെയാണ് മേഖലയിൽ ആകെ ഭീതിയുടെ നിഴൽ വീണിട്ടുള്ളത്. ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ മുതിർന്ന നേതാവായ ഖലീൽ അൽ ഹയ്യയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലുമായി കഴിഞ്ഞ 2 വർഷത്തോളമായി തുടരുന്ന പോരാട്ടത്തിൽ നിരവധി മുൻനിര നേതാക്കളെ ഹമാസിന് നഷ്ടമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഹമാസിന്റെ നിലവിൽ ഏറ്റവും പ്രധാന നേതാവും രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനിയുമാണ് ഗലീൽ അൽ ഹയ്യ. ഹമാസിന്റെ പ്രധാന നേതാക്കളായിരുന്ന ഇസ്മായിൽ ഖനിയ, യഹിയ സിൻവർ എന്നിവയെല്ലാം ഇസ്രായേൽ സൈന്യം കൃത്യമായ ആസൂത്രണത്തിലൂടെ വകവരുത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് സിൻവറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഹമാസിനെ നയിക്കുന്ന 5 അംഗ നേതൃത്വ കൗൺസിലിന്റെ ഭാഗമാണ് ഖലീൽ അൽ ഹയ്യ. ഇറാനുമായി ഏറ്റവും അടുപ്പമുള്ള ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ. നേരത്തെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ദൗത്യങ്ങളിൽ ഖലീൽ ഹയ്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.
2014 ഉടലെടുത്ത സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചുക്കാൻ പിടിച്ചതും ഖലീൽ അൽ ഹയ്യ തന്നെയായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഖലീൽ അൽ ഹയ്യ. ദോഹയിലെ ഗാസയുടെ അനൌദ്യോഗിക അംബാസിഡർ കൂടിയാണ് ഖലീൽ. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന നേതാവ് കൂടിയാണ് ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ നേതാവ്. ഇസ്രായേലിനെ ഹയ്യയെ ലക്ഷ്യമിടാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഘടകം ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജയിലിലടച്ച പലസ്തീനികളെ മോചിപ്പിക്കുന്നതിനായി ഏതാനും സൈനികരെ പിടികൂടുന്നതിനായി ഹമാസ് ആസൂത്രണം ചെയ്ത പരിമിതമായ ഓപ്പറേഷനായിരുന്നു 2023 ഒക്ടോബർ 7 നമ്മൾ കണ്ടത്. ഇസ്രായേലിലെ 1200 പേരെയാണ് ഹമാസ് ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ആഴ്ച ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ഖത്തർ തിങ്കളാഴ്ച ഉച്ചകോടിക്ക് ആതിഥ്യത്വം വഹിച്ചു. ഗാസ മനമ്പിൽ ഹമാസിനെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ ഈ ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘം ഇസ്രായേലിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത്. ചർച്ചയിൽ നേതാക്കൾ ഉയർത്തിയ നിർദ്ദേശങ്ങളും പ്രധാന നേതാക്കളെ നേരിട്ടുള്ള പങ്കാളിത്തവും മേഖലയുടെ ശക്തമായ വികസനത്തിന് പ്രതിഫലനമായി മാറി. പ്രധാനമായും തുർക്കി പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ഒന്നിച്ച് നേരിടാൻ ഇറാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് കൗൺസിൽ വിളിച്ചു ചേർക്കാൻ GCC കൗൺസിൽ തീരുമാനിച്ചു. ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് നേരിട്ട് എത്തിയിരുന്നു. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ സിറിയ പ്രസിഡന്റുമാരെ പ്രത്യേകം കണ്ടിരുന്നു. അറബ് ഇസ്ലാമിക ലോകത്തെ ഒരാളെ ആക്രമിച്ചാൽ അത് കൂട്ടായ്മയിലെ എല്ലാ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കാൻ നിർദ്ദേശമുയർന്നിട്ടുണ്ട്. അമേരിക്കയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യമാണ് ഖത്തർ. അമേരിക്കയുടെ മറ്റൊരുറ്റ രാജ്യമായി ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങൾ സമാധാന ശ്രമങ്ങൾ ഖത്തറിന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന സമയത്ത് ഖത്തർ പോലും ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തുർക്കിയിലും ഭീതി വന്നിട്ടുള്ളത്. ഹമാസ് നേതാക്കൾ വിദേശത്ത് താമസിക്കുന്ന 2 രാജ്യങ്ങളാണ് ഖത്തറും തുർക്കിയും. ഇസ്താംബുളിൽ ചർച്ചകൾക്ക് വേണ്ടി ഹമാസ് നേതാക്കൾ എത്താറുണ്ട്. ചില ഹമാസ് നേതാക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഹമാസിന് സാമ്പത്തിക പിന്തുണ തുർക്കി നൽകുന്നുണ്ട്. ഇസ്രായേൽ ഇത് ആരോപിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നത്. ഹമാസ് നേതാക്കളെ തുർക്കി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ തുർക്കിയെ ഞങ്ങൾ ലക്ഷ്യമിടും. ഖത്തറിലെ ബോംബിങ്ങിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ന്യായം ഹമാസ് നേതാക്കൾ ഏത് രാജ്യത്താണെങ്കിലും എവിടെ പോയി ഒളിച്ചാലും ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത്. തുർക്കിയെ ആക്രമിച്ചാൽ ഇസ്രായേൽ ഉൾപ്പെടെ മേഖല മൊത്തം ദുരന്തത്തിലേക്ക് നീങ്ങുമെന്നാണ് തുർക്കി പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. എന്തായാലും ഖത്തറിന് ശേഷം തുർക്കി അത് തന്നെയാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്.